നമ്മളിനി ബംഗാളാണ് പരിശോധിക്കുന്നത്. ബംഗാളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 92.89% പോളിംഗ് ആണ്. ഉയർന്ന പോളിംഗ് ബംഗാളിൽ നമുക്കറിയാം. ഏതാണ്ട് 91 ലക്ഷത്തോളം വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് SIR കഴിഞ്ഞപ്പോൾ പുറത്തായത്. അത് ബംഗാളിൽ ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഒന്നാം ഘട്ടത്തിൽ അവിടെ നടന്നത് 16 152 മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്നപ്പോൾ മമതാ ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. ഇനി നടക്കാനുള്ളത് 142 മണ്ഡലങ്ങളിലാണ് 29-ാം തീയതി നടക്കാനുള്ളത്. അതോടുകൂടി പിന്നീട് എല്ലാ കണ്ണുകളും മെയ് 4-നുള്ള അന്തിമ ഫലത്തിലേക്കായിരിക്കും എല്ലാവരും നോക്കിയിരിക്കുക. പശ്ചിമ ബംഗാളിൽ മത്സരത്തിൽ ഇത്തവണ അസാധാരണമായ തീവ്രത അനുഭവപ്പെട്ടു എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങളായി പുറത്തു വരുന്നത്. അപ്പോൾ 2021-ലും 24-ലും അവിടെ വലിയ തോതിലുള്ള ആവേശം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചൂട് അതിനേക്കാൾ കൂടുതലാണ് എന്നൊരു പൊതു വിലയിരുത്തലാണ് ബംഗാളിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ 92.89% പേർ പോളിംഗ് ബൂത്തിലേക്ക് നടന്നെത്തിയതിൻ്റെ കാരണം എന്നവർ പറയുന്നു. ഉയർന്ന വോട്ടർ പങ്കാളിത്തം വോട്ടർമാരുടെ ദൃഢനിശ്ചയത്തെ പ്രതിഫലിക്കുന്നു. അത് മാറ്റത്തിന് പരിവർത്തൻ എന്നാണ് അവർ പറയുന്നത്. ഈ പരിവർത്തനത്തിന് വേണ്ടി അവിടെ ആളുകൾ തയ്യാറാകുന്നു എന്ന് പറയുന്നു. ചിലയിടങ്ങളിൽ ഈ ഇടതുപക്ഷ കോൺഗ്രസ് സഖ്യത്തിൻ്റെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവണതകൾ പ്രകടമായി എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലും അവിടെ നിന്ന് വരികയാണ്. ഏതായാലും ഒരു വിഷയമാണ് ബംഗാൾ പ്രധാനമായി ചർച്ച ചെയ്തത്. അത് പൗരത്വത്തിൻ്റെ നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഒക്കെ അനുബന്ധമായ വിഷയങ്ങളാണ്. സാമ്പത്തിക ആശങ്കകളെയൊക്കെ മറികടന്നത് അവിടെ ഈ വിഷയങ്ങളാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ ഇതാണ് പ്രധാന ചർച്ചാ വിഷയമായത്. ബംഗാളിലെ പ്രധാന ആശങ്കയായി നിന്നത് ഈ SIR-ഉം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒരു വലിയ വിഭാഗത്തിന് വോട്ട് നഷ്ടമാകും എന്ന തരത്തിൽ അവിടെ പ്രചരണമുണ്ടായിരുന്നു. അതൊരു വലിയ ചർച്ചയായി. അതോടൊപ്പം അത് പോളിംഗ് ഉയരുന്നതിന് ഒരു വലിയ കാരണമായി എന്ന് പറയുകയാണ്. 2011-ൽ TMC ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തുമ്പോൾ പശ്ചിമ ബംഗാളിൽ 84.33% പോളിംഗ് ഉണ്ടായിരുന്നു. ഒരു ഉയർന്ന പോളിംഗ് ആണ്. അത്തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമാണ് അവിടെ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഉയർന്ന പോളിംഗ് നിരക്ക് അതല്ല എന്ന് TMC ചൂണ്ടിക്കാണിക്കുന്നു. അത് SIR ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നീക്കമാണ് അവിടെ ഈ മാറ്റത്തിന് വഴിവെച്ചത് എന്ന് പറയുകയും ചെയ്തു. 91 ലക്ഷം പേർ പുറത്തായതാണ് അവിടുത്തെ പ്രശ്നം. ബീഹാറിലും സമാനമായ ചിത്രം അവർ എടുത്തു കാണിക്കുന്നു. 2025-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഗണ്യമായ തോതിൽ അവിടെ പോളിംഗ് വർദ്ധിച്ചു. 67.13 2020-ലൊക്കെ ഇത് 2015-ലും 20-ലും ഒക്കെ ഇത് 57-56%. 2020-ൽ 50.29-ഉം 2015-ൽ 56-ആയതാണ് പിന്നീട് ബീഹാറിൽ ഉയർന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ അവിടെ ഒരു ഉയർച്ചയുണ്ടായി. അതാണ് ബംഗാളിലും ബീഹാറിനെ പോലെ ഒരു രീതിയാണ് ആവർത്തിച്ചത് എന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും സ്ത്രീകൾ വലിയ തോതിൽ പങ്കെടുത്തു. മുഷീർദാബാദിലും ഒക്കെ വോട്ടിങ്ങിൽ കാണാൻ കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള പല മണ്ഡലങ്ങളിൽ എന്തായിരിക്കും അതിൻ്റെ പ്രതിഫലനം എന്ന് ആളുകൾ ഉറ്റുനോക്കുന്നതിലും മാൾഡ, നാർദിയ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം ഈ വിഷയങ്ങൾ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. തൊഴിലാളികൾ തിരിച്ചു വന്നു എന്നതും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് തന്നെ വീണ്ടും അവിടെ തുടരാൻ കഴിയും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അവരുടെ പദ്ധതികൾ, ലക്ഷ്മി ഭണ്ഡാർ പോലുള്ള പദ്ധതികൾ സ്ത്രീകളെ ഒപ്പം നിർത്തുന്നതിൽ വിജയിച്ചു എന്നവർ പറയുന്നു. അതുപോലെ യുവസാത്തി പോലുള്ള പരിപാടികൾ യുവാക്കളെ ഒപ്പം നിർത്തുന്നതിൽ വിജയിച്ചു എന്ന ഒരു കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ സർക്കാർ പദ്ധതികളോടുള്ള പിന്തുണ അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ആദ്യഘട്ടത്തിലെ കണക്കുകൂട്ടൽ. അപ്പോൾ ബംഗാളിലും അതുപോലെ തമിഴ്നാട്ടിലും സ്വാഭാവികമായി ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷ. പക്ഷേ BJP ബംഗാളിൽ വലിയ ഇരട്ടിയിൽ അധികമാകും അവരുടെ ആനുകൂല്യങ്ങൾ എന്ന തരത്തിലൊക്കെ വാഗ്ദാനങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.